ഹരേ കൃഷ്ണ. നമ്മള് എന്താണ് ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇപ്പൊ വാൽമീകി മഹർഷിയുടെ ഗുരുവായൂർ ഭരദ്വാജ മുനി, ഇപ്പൊ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ വാൽമീകി മഹർഷി താമസിക്കുകയാണ്. അങ്ങനെ എപ്പോഴും, അതായത് ഇദ്ദേഹം താമസത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയം ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കി എല്ലാ സമയവും വാൽമീകി മഹർഷിയുടെ കൂടെയുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം ഈ ഭഗവാന്റെ കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഭരദ്വാജ മുനി സംസാരിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ഭരദ്വാജ മുനി പറഞ്ഞു, ഇന്ന് നമുക്ക് തമസാ നദിയിൽ പോയിട്ട് നമുക്ക് കുളിക്കണം, അവിടെ സ്നാനത്തിനായിട്ട് പോകണം, നീ റെഡിയായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ വാൽമീകി ഭയങ്കര അത്ഭുതമായി, എന്റെ ഗുരു ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി മുങ്ങിക്കുളിക്കണം എന്ന് പറയുന്ന ആഗ്രഹം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വർക്കലവും എല്ലാം ഒക്കെ എടുത്തിട്ട് ഭരദ്വാജ മുനിയും അതുപോലെ തന്നെ വാൽമീകിയും കൂടി തമസാ നദിയുടെ തീരത്തേക്ക് പോയി. അങ്ങനെ തമസാ നദിയുടെ തീരത്തേക്ക് പോയി അവിടെ നിന്നിട്ട് കുളിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം അത്രയും കാലം എന്തെങ്കിലും നമ്മൾ പറയാറില്ലേ, ഓരോരുത്തരുടെയും മുനിവര്യന്മാരുടെ ആയാലും ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരുടെ ആയാലും അവരുടെയൊക്കെ ഓരോ വാക്കുകൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഓരോരോ കർമ്മങ്ങളും എന്ന് പറയുന്നത്. അവരുടെ വാക്കുകളായാലും ചിന്തകളായാലും ഒക്കെ തന്നെ എങ്ങനെയായിരിക്കും, അതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് തമസാ നദിയുടെ തീരത്ത് പോയി. അങ്ങനെ അവിടെ ചെന്ന് കുളിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയം അവിടെ ഒരു ആർത്തനാദം, വളരെ ഒരു കരച്ചിൽ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അപ്പോ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭരദ്വാജ മുനി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അവിടേക്ക് പോയി. ഭരദ്വാജ മുനിയും വാൽമീകിയും കൂടിയിട്ട് അവിടേക്ക് പോയി. രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കിയപ്പോ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ കാണുക. അല്ലെ, എന്താ കാണുന്നത്? രണ്ട് ക്രൗഞ്ച പക്ഷികള്, അല്ലെ, രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം താഴെ ഇങ്ങനെ ചത്തു കിടക്കുന്നു, ഒരെണ്ണം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. അല്ലെ, തം ശോണിത പരീതാംഗം വേഷ്ടമാനം മഹീതലേ ഭാര്യാതു നിഹിതം ദൃഷ്ട്വാ രുരാവാ കരുണാകിരം. കണ്ടാൽ എന്താണ് സംഭവിച്ചത്? ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ എന്ത് ചെയ്തു, രണ്ട് ക്രൗഞ്ച പക്ഷികൾ തങ്ങളിൽ സ്നേഹം കൈമാറുന്ന നേരത്ത് ഈ കാട്ടാളൻ എന്ത് ചെയ്തു, ആ ആൺകിളിയെ അമ്പെയ്ത് വീഴ്ത്തി. അല്ലെ, അതിന്റെ ഹൃദയം തകർന്ന് അവിടെയെങ്കിലും അടിച്ചു വീണ് കിടക്കുക. അങ്ങനെ ആ ചത്തു വീണ ആ ക്രൗഞ്ച പക്ഷിയെ നോക്കിയിട്ട്, ആൺപക്ഷിയെ നോക്കിയിട്ട് ഇടപക്ഷി ഇങ്ങനെ കരയുകയാണ്. അല്ലെ, അപ്പോ ആ ഒരു വേദന കണ്ടിട്ട് എന്ത് ചെയ്തു, ഇവിടെ വാൽമീകി മഹർഷി പെട്ടെന്ന് തന്നെ ആ നെഞ്ചത്തടിച്ച് കരയുന്നത് കണ്ടിട്ട് വാൽമീകി മഹർഷി അവിടെ എന്താ ചെയ്തത്, എന്താ പറഞ്ഞത്? ന കരുണവേദിത്വാധർമ്മോയമിതി ദ്വിജാനിശാമിരുദതീം ക്രൗഞ്ചമിദം വദനമബ്രവീത്. വളരെ കാരുണ്യവാനായിട്ടുള്ള മുനി ഈ കാഴ്ച കണ്ടിട്ട് ആ ധർമ്മം തന്റെ മുന്നിൽ സംഭവിച്ചതോർത്തിട്ട് എന്ത് ചെയ്തു, വചനമബ്രവീത്, അത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കാട്ടാളനെ ശപിക്കുകയാ ചെയ്തത്. അല്ലെ, എന്താണ് ആ ശാപം എന്ന് പറയാമോ? നമ്മൾ എല്ലാവരും പണ്ട് തൊട്ടേ, അല്ലെ, LP സ്കൂളിൽ പഠിക്കുന്നത് മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ആ മാനിഷാദ പ്രതിഷ്ഠാന്ത അഗവ ശാശ്വതി സമായ ക്രൗഞ്ചമിഥുനദ്ദേകാവതി കാമമോഹിതം. അല്ലെ, അപ്പൊ ഈ ഒരു ശാപമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ മാനുഷാദ പ്രതിഷ്ഠാന്തോ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെ, ഇപ്പൊ വീട്ടിലൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മയോ അച്ഛനോ ഒക്കെ എന്തെങ്കിലും മക്കളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും പറയും മാനുഷാദ, അല്ലെ, അടുത്ത് കാട്ടാളെന്നൊക്കെ പറയും. അപ്പോ ആ ഒരു ശാപം നമ്മൾ കേട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയാ, പരസ്പരം സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ ക്രൗഞ്ചത്തിനെ എന്തിനാ കാട്ടാള നീ കൊന്നു കളഞ്ഞത്? അതുകൊണ്ട് നീ എന്ത് ചെയ്യും? നിനക്ക് ഇനി ഒരിക്കലും ശാശ്വതമായ സമാധാനം കിട്ടില്ല, നിനക്ക് സുഖമേ കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? വാൽമീകി മഹർഷി പറയും. അപ്പൊ ഈ ഒരു ശാപം എന്ന് പറയുന്നത്, ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് രാമായണത്തിന്റെ ഉൽപ്പത്തിക്ക് നിദാനമായിട്ടുള്ള ശ്ലോകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത്. അതുകൊണ്ട് ഇതെല്ലാവരും ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു എല്ലാവരും? അപ്പൊ രാമായണമൊക്കെ എഴുതാനായിട്ട് തുടങ്ങിയിരിക്കുക വാൽമീകി മഹർഷി. ആ സമയത്താ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എല്ലാം തമസാ നദിയിൽ പോയി കുളിച്ചിട്ട് വന്ന് സമാധാനമായിട്ടിരുന്ന് രാമായണം എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രൗഞ്ചപക്ഷിയുടെ ആ ഒരു വിലാപം കാണുന്നതും അതിനെ ശപിക്കുന്നതും. അപ്പൊ രാമായണം എഴുതാനായിട്ട് തുടങ്ങിയ ആദ്യത്തെ ശ്ലോകം തന്നെ അമംഗളമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്
വാൽമീകി മഹർഷി അങ്ങനെ അവിടെ ആശ്രമത്തിൽ ഇരിക്കുക അല്ലെ. ആദ്യ ശ്ലോകം തന്നെ ശാപമായി പോയി അല്ലെ. രാമായണം എഴുതാൻ വേണ്ടി പേനയും പെൻസിലൊക്കെ എടുത്തു വെച്ചതാ. അപ്പൊ ആദ്യത്തെ ശ്ലോകം തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ആര് വരുന്നത്? ബ്രഹ്മദേവൻ വരുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മദേവൻ വരുന്നതിന് വേണ്ടിയിട്ട് ആ വാൽമീകി മഹർഷിയെ ഉപദേശിച്ചിട്ട് രാമായണത്തിന് തുടക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആര് വരിക? ബ്രഹ്മദേവൻ വരുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ വരുന്ന സമയത്ത് വാൽമീകി മഹർഷി പറയും, അല്ലയോ ബ്രഹ്മദേവ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അല്ലെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ രാമായണം എഴുതാനായിട്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ശാപം കൊടുക്കേണ്ടി വന്നത്. ആ ഒരു കിളിയുടെ കരച്ചിൽ കേട്ടപ്പോ, അതിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ എന്റെ വായിൽ നിന്ന് വീണുപോയി. ഇനി ഞാൻ അത് എങ്ങനെയാ തിരിച്ചെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ബ്രഹ്മദേവൻ പറയും, നിനക്ക് സംസ്കൃതം അറിയാത്ത ആളൊന്നും അല്ലല്ലോ നീ അല്ലെ. നിനക്ക് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട് എന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് നീ മാ നിഷാദ എന്ന് പറയുന്നതില് അതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറയും. മാ നിഷാദ അല്ലെ. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് സരസ്വതി ദേവി അല്ലെ. സരസ്വതി ദേവിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ ശ്ലോകം എഴുതി തുടങ്ങാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് ആ സംസ്കൃത അർത്ഥത്തെ മാറ്റിക്കൊടുത്തിട്ടാണ് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നത്? വാൽമീകി മഹർഷിയെ കൊണ്ട് രാമായണം എഴുതിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രാമായണത്തിന്റെ ഉൽപ്പത്തി ആരംഭിക്കുന്നത്.